ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാലിൻ വീട്ടിലെ വേലക്കാരി സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് അലീന കണ്ടായിരുന്നല്ലോ. അത് ആൻ്റപ്പനോട് ചോദിക്കുക കേട്ടോ. ചോദിച്ചിട്ടാകുമ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, അതൊരു ഒന്നും ഇല്ലാത്ത വീട്ടിലെ കൊച്ചെ, അതൊന്നും കേണൽ സാറോട് പോയി പറയല്ലേ എന്ന് പറയാണ്. ഇവിടെ എന്തെങ്കിലും മിച്ചം വരുന്നതോ വേസ്റ്റ് വരുന്നതോ അവർക്കും കൂടി ഇവിടെ എടുത്തു വെക്കുമെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, പഞ്ചസാരയും ഉപ്പും എണ്ണയും ഒക്കെയാണോ ഇവിടെ ബാക്കി വരുന്ന സാധനം, അതൊക്കെയാണോ കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അനുപം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കൊച്ചെ, അത് പാവപ്പെട്ട വീട്ടിലെ ചേച്ചിയാണ്, നമുക്ക് കഴിയുന്നത്രയും നമ്മളെ സഹായിക്കാറുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ശരി എന്നാലേ നിങ്ങളിപ്പോൾ വരുമല്ലോ എന്ന് പറയാണ്. അന്നേരം അനുപം പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വരും എന്ന് പറയാണ്. പൗലോസ് പറയുന്നുണ്ട്, ആൻ്റപ്പട്ടോ ഇത് പണിയാകുമല്ലോ എന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കട, കേണൽ സാറൊക്കെ ഇത് അറിഞ്ഞാൽ നമ്മളെ തല പോവും, പണി പോവും എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ആൻ്റപ്പൻ പറയുന്നുണ്ട്, നിൻ്റെ ജോലിയിലാണ് കൈ കടത്തിയിട്ടുള്ളത്, അടുക്കളയിലേക്ക് അവൾക്കൊരു നോട്ടം, എൻ്റെ പണി പോവത്തില്ല എന്ന് പറയാണ്. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ അടുക്കളയിൽ എന്നെ ചോദിക്കാതെ അവൾ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കണം എന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഈ നാക്ക് കൊണ്ട് വെറുതെ ശബ്ദം എടുക്കണ്ട, ചിലപ്പോൾ പണി പോകാൻ സാധ്യതയുണ്ട് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ആൻ്റപ്പ അകത്തേക്ക് പോവാട്ടോ. പിന്നീട് അലീന എല്ലാവരുടെയും ഒന്ന് നടന്ന് കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടുത്തെ ഡ്രൈവറായ ബാബു ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാബു ചോദിക്കുന്നുണ്ട്, എവിടെ ഈ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനിവിടെ എല്ലാവരുടെയും ഒന്ന് കാണുവാന്ന് പറയാണ്. അന്നേരം ബാബു ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പ ചേട്ടൻ അന്ന് കാണിച്ചതല്ലേ, പിന്നെന്തിനാ പിന്നെയും പോകുന്നതെന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തോടെ. അന്നേരം അലീന പറയുന്നുണ്ട്, ഒരു പ്രാവശ്യമേ ഇതിലേ കണ്ടുള്ളൂ, എനിക്കെന്തേ കാണാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. നേരെ ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതാ, എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ചേട്ടൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട്, എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അത്രത്തോളം വയസ്സൊന്നുമില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നെക്കാളും പ്രായം കുറവാണോ ചേട്ടനെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട്, അതല്ല അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ഡ്രൈവർ ഏട്ടൻ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എവിടെയായിരുന്നു, ഓർഫനേജിലാണെന്നൊക്കെ കേട്ടു എന്നൊക്കെ പറയാം കേട്ടോ. പാലായിലാണ് ഓർഫനേജ് എന്നൊക്കെ പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അല്ല ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, അവിടുന്ന് പാലായിലേക്ക് വന്നത്, അവിടെ ഒരു അമ്മേനെ നോക്കാൻ വേണ്ടി വന്നതാ എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം ഡ്രൈവർ ഏട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ വന്ന ആളാരാ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ എൻ്റെ അച്ഛനാണെന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ ചോദിക്കാം കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ വീട്ടുവേലക്ക് വന്നതാണ്, എല്ലാ പണിയും ഞാൻ ചെയ്യും എന്നൊക്കെ പറയാം കേട്ടോ. ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട്, കണ്ടാൽ അങ്ങനെ തോന്നത്തൊന്നുമില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, കാണുന്ന പോലെയാണോ മനുഷ്യന്മാരൊക്കെ, അകമേ വെറുക്കും, പുറമേ ചിരിക്കും, പുറമേ ഗൗരവം കാണിക്കും, അകമേ സ്നേഹിക്കും, ഇങ്ങനെയല്ലേ മനുഷ്യന്മാരൊക്കെ എന്ന് പറയാണ്. അന്നേരം ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട്, ശരിയാന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പൗലോസ് ഏട്ടനാണ് കേട്ടോ. പൗലോസ് ഏട്ടൻ അവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡ്രൈവർ ഏട്ടൻ പൗലോസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോയിട്ട് പറയുന്നുണ്ട്, നമ്മൾ കരുതും പോലെ ഒന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾ, ആ പെണ്ണ് വെറും തറയാണെന്ന് പറയാണ്. അന്നേരം പൗലോസ് ഏട്ടൻ പറയുന്നുണ്ട്, അത് കേണൽ സാറിൻ്റെ മകളല്ലേ എന്ന് പറയാണ്. അന്നേരം ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട്, അത് കേണൽ സാറിൻ്റെ മകൾ എന്നല്ല, എന്തോ ഒരു തട്ടിപ്പുണ്ട്, ഒരു സിഗരറ്റ് ഇങ്ങ് തന്നെയെന്ന് പറയണം. എന്നിട്ട് പൗലോസ് ചേട്ടൻ സിഗരറ്റ് നോക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണയിലും പറഞ്ഞ് സിഗരറ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പൗലോസ് ചേട്ടൻ്റെ കയ്യിലുള്ള സിഗരറ്റ് വലിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ വെറും വേലക്കാരിയാണ്, അവൾ എല്ലാ പണിയും അവിടുന്ന് പാലായിൽ എടുക്കുന്നുണ്ടായിരുന്നു, വയസ്സായ ആളെ നോക്കും, തൂത്തുവാരും അടിക്കും, പാത്രം കഴുകും, ഇതൊക്കെ ചെയ്യുന്നത് വീട്ടുവേലക്കാരിയല്ലേ, പാലക്കാരനും ഇവിടുത്തെ കേണൽ സാറും തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ട്, അതാണ് ഈ മകളെന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് പറയാണ്. ഇത്ര നാളും അവിടെ മകളെന്ന് പറഞ്ഞ് നടന്ന് അവിടെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് സക്സസ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ മകളാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയാണ്. അന്നേരം പൗലോസ് പറയുന്നത്, അങ്ങനത്തെ ആളാണോ കേണൽ സാർ എന്നൊക്കെ പറയാണ്. അന്നേരം ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു കളിയുണ്ട്, അത് അയാളുടെ മകളൊന്നുമല്ല, നമുക്ക് ഈ കളി ഒന്ന് പൊളിക്കണം, നമുക്ക് കേണൽ സാറിൻ്റെ അച്ഛനോടും പിന്നെ ഭാര്യയോടും ഫോൺ വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറയണം. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, ഇവിടെ ആർക്കെങ്കിലും കയറി വരാൻ ധൈര്യമുണ്ടോ, ഇവിടുത്തെ നായ്ക്കൾ കാരണം എന്ന് പറയാണ്. ഒരു ഡ്രൈവറായിട്ട് പൗലോസിനോട് പറയുന്നുണ്ട്, പൗലോസേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കണം, 10-23 വർഷക്കാലം മുന്നേ ആഗ്രയിൽ വെച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെണ്ണ് പ്രസവിച്ച ഒരു മകള്, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? അതും 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ. ഇതൊക്കെ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി DNA ടെസ്റ്റാണ്. ഇതൊക്കെ തെളിയിക്കണമെങ്കിൽ എത്ര ദിവസം വേണമെന്നൊക്കെ പറയാം കേട്ടോ. ഇതും വെറും തട്ടിപ്പാണ്, ഇത് നമുക്ക് എല്ലാവരോടും ഒന്ന് വിളിച്ച് പറയണം, നമുക്ക് ഈ തട്ടിപ്പ് പൊളിച്ചെടുക്കണം എന്നൊക്കെ പറയാം കേട്ടോ രണ്ടുപേരും.
പിന്നീട് ഈ ഡ്രൈവർ ഏട്ടൻ സ്റ്റാലിൻ്റെ പപ്പേനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പപ്പ ഫോൺ എടുത്താട് സംസാരിക്കുന്നുണ്ട്. എടാ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട്, ഞാൻ എവിടെ പോകാനാ ചേട്ടാ, സമയമില്ല ഫോൺ വിളിക്കാനൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ്റെ പപ്പ ചോദിക്കുന്നുണ്ട്, എന്തുണ്ടടാ അവിടെ വിശേഷങ്ങളെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഡ്രൈവർ ഏട്ടൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ സ്റ്റാലിൻ്റെ പപ്പനോട്. അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഒരു മീശ വിരിക്കലും കൂടിയുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളെയാട്ടോ. കൃഷ്ണമോള് പുറത്തുനിന്ന് ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബബിത ബ്രെഡും ചായയൊക്കെ ആയിട്ട് പിന്നെയും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണ പറയാണ്, അമ്മ അകത്തുണ്ട്, എന്തോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ ബബിതയോട് പറയുന്നുണ്ട്, അമ്മയോട് അധികം വഴക്കിനൊന്നും പോകണ്ട, അമ്മ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക വഴക്കിടാൻ വേണ്ടിയിട്ടെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, എന്നോട് കയർത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ സംസാരിക്കണ്ടേ, എന്നോട് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു പോകുമെന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ജൂനിയർ വൈജയന്തി സീനിയർ വൈജയന്തിയോട് വഴക്കിടാൻ തന്നെ അപ്പോൾ തീരുമാനം എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയോട് ദേഷ്യപ്പെടുക കേട്ടോ. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛൻ എന്താ വരാത്ത, ഇനിയും ലേറ്റ് ആവുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അച്ഛൻ ഇന്ന് വരുന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ വരുമായിരിക്കും എന്ന് പറയണം. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, കുറച്ച് ലേറ്റായിട്ട് വന്നാലും പ്രശ്നമില്ലായിരുന്നു, അത്ര വരെ സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് പറയാണ്. രണ്ടുപേരും സംസാരിച്ച് ബബിത അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ബാലചന്ദ്രൻ കാറും കൊണ്ട് എത്തിയിട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ലേറ്റായി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നേരത്തെ വന്നു, കടയിലൊന്ന് കയറി, അവിടുത്തെ പണിയെല്ലാം തീർത്തു, ഇനി പോകുന്നില്ല, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ 100,000 ക്വസ്റ്റ്യൻ ആയിരുന്നു ബബിതയും കൃഷ്ണയും അലീനയെക്കുറിച്ച്. അലീന ചേച്ചിക്ക് വിഷമമായിരുന്നു, അലീന ചേച്ചി അവിടുന്ന് വിട്ടിട്ട് വരുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, അച്ഛന് വിഷമമായിരുന്നു, അവിടെ ആരൊക്കെയുണ്ട്, വീടാണോ ബംഗ്ലാവാണോ, ജോലി എന്താണ് എന്നൊക്കെ 100,000 ക്വസ്റ്റ്യൻ ആട്ടോ. എന്നിട്ട് ആ സമയത്തൊക്കെ ബാലചന്ദ്രൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് എനിക്കൊരു സ്പേസ് വേണ്ടേ സംസാരിക്കാൻ എന്ന് പറയാണ്. എല്ലാത്തിനും മറുപടി ഞാൻ തരാം, വാ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി ഇരിക്കുക കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അലീനയെ വിളിച്ചിട്ടില്ല, എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ ഏതായാലും വിളിച്ച് കാണുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇനി അവൾക്ക് വിഷമം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവൾക്ക് ഇവിടുന്ന് പോകാൻ തന്നെ നല്ല വിഷമമായിരുന്നു, പിന്നെ അവിടുന്ന് നല്ല വിഷമം ഉണ്ടായിരുന്നു, പുതിയ സ്ഥലങ്ങളൊക്കെ അല്ലേ, അതിൻ്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാണ്. പിന്നെ എനിക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിനേക്കാളും സേഫ് ഈ വീട്ടിൽ മാത്രമാണെന്ന് പറയാണ്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ആദ്യമായിട്ട് ചെന്നതല്ലേ, പിന്നെ നമ്മളെയൊക്കെ മറന്നെന്ന് വരും എന്ന് പറയണം. അന്നേരം ബബിത പറയുന്നുണ്ട്, ചുമ്മാ അങ്ങനെ പറയില്ലേ, നമ്മളെ ഒന്നും മറക്കൊന്നുമില്ല എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ മറക്കത്തില്ലായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് നോക്കിയിട്ട് പറയാണ്, എവിടെ നിങ്ങളെ അമ്മ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, എവിടെ വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, മാറ്റമെന്ന് വെച്ചാൽ അമ്മ തന്നെയായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ വൈജയന്തിക്ക് ഒരു മാറ്റവും ഇല്ല എന്നർത്ഥം എന്ന് പറയാണ്. എന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ വല്ലതും കഴിച്ചു എന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, ഇവിടെ വന്നാൽ പിന്നെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അതെന്താ അമ്മ വായി പൊത്തിപ്പിടിക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വാ മാത്രമല്ല മൂക്കും അടച്ചു പിടിക്കുമെന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛനും അമ്മയോട് അധികം സംസാരിക്കാനൊന്നും പോകണ്ടെന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എപ്പോഴായാലും കാണേണ്ടതല്ലേ, നമുക്ക് ഏറ്റുമുട്ടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോകട്ടെ. അങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് വൈജയന്തി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ക്വസ്റ്റ്യനിങ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത്ര ദിവസം എവിടെയായിരുന്നു, അവളെ ഇന്നലെയാണോ ഇന്നാണോ ആ വീട്ടിലേക്ക് കൊണ്ടുവിട്ടേന്നൊക്കെ ചോദിക്കുക കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ, നീ എവിടുന്നാ വന്നത്, നീ ആരാ, ഇത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രനോട് വൈജയന്തി പറയുന്നുണ്ട്, ചോദിക്കണമായിരുന്നു ഞാൻ എവിടെ പോയിന്ന്, അതാണ് ഒരു വീട്ടിലെ ആണുങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പറയാൻ മടിയുള്ള സംഭവങ്ങളെല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാമെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതെന്താ അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയാണ്. അന്നേരം വൈജയന്തിയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് മനസ്സ് കയറി പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. പിന്നെ കൃഷ്ണ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ വൈജയന്തിയെ, അമ്മയ്ക്ക് എന്താ നാക്കു ചൊറിയുന്നുണ്ടോ, അന്ന് കാറ് എടുത്തിട്ട് പാതിരാത്രിയിൽ പാഞ്ഞു, എന്നിട്ട് 2 മാസം ഹോസ്പിറ്റലിൽ കിടന്നു, ഇപ്പോൾ ഇതാ സ്വന്തം വീട്ടിലേക്ക് പോയി, എന്നിട്ട് ഇതാ കയറി വന്നു, അമ്മക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താ അവകാശമുള്ളത്, അച്ഛനെ സ്ഥാനിച്ച് ഞാനാണെങ്കിൽ ആ ഗേറ്റിൽ ഇങ്ങോട്ട് കിടക്കാൻ ഞാൻ വിടത്തില്ലായിരുന്നു എന്ന് പറയാണ്.